നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് എന്നോട് ദേഷ്യാണോ? അമ്മ, ഇവിടുത്തെ എല്ലാരും പറയുന്ന പോലെ നല്ല കാര്യങ്ങള് അമ്മ അത് മനസ്സിലാക്കണം. അമ്മയെ ഞാൻ അങ്ങനെ കുറ്റക്കാരിയാക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ വസുന്ധരാമ്മ. അമ്മ എന്നോട് ദേഷ്യം കാണിച്ച എനിക്ക് സഹിക്കില്ല. അപ്പൊ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ നടന്നോ? അതേ അമ്മേ, നടന്നു. ഇതെല്ലാം ആ ശ്യാമ ഒരുത്തിയുടെ പ്ലാനിങ്ങാ. പ്ലാനിങ്ങോ? അതേ അമ്മേ, അവള് അമ്മയെ എന്നെയും ചതിക്കാൻ വേണ്ടി എവിടുന്നോ ഒരു പൊടി കൊണ്ടുവന്ന് ഓട്സിൽ കലക്കി കുടിച്ചതാ. എന്നിട്ട് ബാക്കി വന്നത് എന്റെ ബാഗിലും കൊണ്ടുവച്ചു. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല. അതാണ് അമ്മേ ശരിക്കും സംഭവിച്ചത്. നമ്മള് വെറുതെ കുറ്റക്കാരായി. ശ്യാമ നമ്മളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കി. വിഷപ്പൊടി എവിടെന്നോ കൊണ്ടുവന്ന് ശ്യാമ കുടിച്ചു. ആ, അതാ സത്യം. വയറ്റിലുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്ന് നമ്മളോടുള്ള പ്രതികാരം വീട്ടാൻ അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. വിഷം കുടിച്ച് കുഞ്ഞു അവളും മരിച്ചാലും പ്രശ്നമില്ല. പക്ഷെ അവൾക്ക് നമ്മളെ പ്രതികളാക്കണം, അല്ലേ? അത് ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ, അല്ലേ? ഞാൻ എന്റെ സ്വന്തം അമ്മയോട് കള്ളം പറയോ? ഇല്ലല്ലോ. സ്വന്തം അമ്മ, അമ്മയേക്കാൾ സ്നേഹം. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചാവും കുത്തും കൊല്ലും. ചക്കരയമ്മ, പാൽക്കട്ടി. എന്തൊക്കെയാ പലപ്പോഴായിട്ട് നീ എന്നോട് പറഞ്ഞിട്ടുള്ളേ? എല്ലാം സത്യമാണല്ലോ. എനിക്കൊരു മോളില്ലാത്തതാ. അപ്പോ ഒരു മോളുടെ സ്നേഹം നീ എനിക്ക് തരുന്നുണ്ടല്ലോ. എല്ലാം ഞാനങ്ങ് വിശ്വസിച്ചു പോയി. അമ്മ, എനിക്ക് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും എല്ലാ സന്ദർഭത്തിനനുസരിച്ച് നീ മുതലെടുത്തു. നീ അപ്പപ്പ എനിക്ക് ഓതി തന്നതല്ല, ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. എനിക്ക് ശ്യാമയോട് കുറച്ച് നീരസം തോന്നിയപ്പോ നീ അതിനെ ഊതി വീർപ്പിച്ചു. ആ ഇഷ്ടക്കേട് പരമാവധി നീ മുതലാക്കി, അല്ലേ? ഇത്രയും നാള് ഞാൻ നിന്റെ കയ്യിലെ വെറും ഒരു പാവയായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഒടുവില് നീ എന്നെ ജയിലിൽ കയറ്റാനും നോക്കി. വേണം, ഇങ്ങനെ തന്നെ വേണം. നിന്റെ വാക്ക് കേട്ട് ശ്യാമയെ ദ്രോഹിച്ച് എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഒരു മകളെ പോലെ നിന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരമ്മയ്ക്ക് ആ സ്നേഹം ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. അമ്മ, ഞാൻ ആകെ തളർന്നു നിൽക്കുക. മരിച്ചു കളഞ്ഞാലോന്ന് വരെ എനിക്ക് തോന്നുക. ഈ ഒരു അവസ്ഥയില് അമ്മ കൂടെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. മരിക്കണമെന്ന് വെറുതെ തോന്നുന്ന എന്തിനാ? ഇതിനേക്കാളും നല്ലത് നീ അതങ്ങ് ചെയ്യും. ബാക്കിയുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടുമല്ലോ. എന്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? എന്റെ മോള് തന്നെയാണോ മരുമകൾക്ക് വിഷം കൊടുത്തവളായി എന്നെ ജയിലിൽ കയറ്റാൻ നോക്കിയത്? ഈ കുടുംബത്തിന്റെ അന്തസ്സോർത്ത ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തെ. ഇല്ലെങ്കിൽ നീ ആ പാതകം ചെയ്തു എന്നറിഞ്ഞ നിമിഷം ഞാനത് ചെയ്തേനെ. ഇനി മേലാൽ അമ്മയെന്നും വിളിച്ച് എന്റെ പിന്നാലെ വന്നേക്കരുത്, പറഞ്ഞേക്കാം. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും ക്രൂരത കാണിച്ച പോലീസ് കേസ് എടുപ്പിച്ച് നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കും. അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം, മനസ്സിലായോ? ഇത് ഐശ്വര്യയുടെ മാത്രം പ്ലാനിംഗ് അല്ലെന്ന് തോന്നുന്നേ. ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ട്. അരുന്ധതിയും വിസ്മയാവും. അവർക്ക് ആ ശ്യാമയുടെ അത്ര വാശി അല്ല, വിസ്മയ ഇപ്പോ വാശി കാണിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല.
തലയ്ക്ക് സുഖമില്ലാത്ത മകളെ ശുശ്രൂഷിക്കുന്ന തിരക്കില അരുന്ധതി മാഡവും. അവരാവാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ ശ്യാമയ്ക്ക് പുതിയ ശത്രു വരാ? ഉണ്ട്, ആരും ഉണ്ട്. ഐശ്വര്യത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ആളാ. ശ്യാം അവരെ കണ്ടോ? ഇല്ല, ഐശ്വര്യത്തെ മറിഞ്ഞു നിന്ന് പലപ്പോഴും ആർക്കോ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും അത്ര വ്യക്തമായില്ലെങ്കിലും അങ്ങനെ ഒരു പുതിയ സഹായി ഐശ്വര്യത്തേക്കുണ്ട്. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഇനി ശ്യാമ കൂടുതൽ സൂക്ഷിക്കണം. സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞ് നമുക്ക് പ്രധാന. അത്രയ്ക്കും സൂക്ഷിക്കണം. എന്റെ ദൈവമേ, എന്തൊരു വേദനയാ. എന്റെ വിഷമം ഞാൻ ആരോടാ പറയാ? ശ്ശോ, ഈ പൊടി ഇത്രയും വേദനയുണ്ടോ? ഓ, സഹിക്കുന്നില്ലല്ലോ ശരാ. എന്റെ ഭഗവാനെ. പതുക്കെ നടക്കടോ. ഏയ് സാരമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. സർ. മിസ്റ്റർ അഖിൽ, ശ്യാമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ നന്നായി. ശ്യാമ അടുത്തുണ്ടോ? ഫോണൊന്ന് കൊടുക്കാമോ? ആ സർ, ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. സംഗീത സംവിധായകന സംസാരിക്കാം. ഹലോ സർ. ശ്യാമേ, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങണം. അതിനു മുമ്പ് പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർത്തിയാക്കേണ്ടി വരും. ശരി സർ. ശ്യാമ പാടാൻ ഓക്കെ അല്ലേ? ഇപ്പൊ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല സർ. വേദന കുറവുണ്ട്. ഡോക്ടറോടും കൂടി ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊന്ന് വിളിക്കുമല്ലോ അല്ലേ? ആ അതെ സർ, തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ശ്യാമേ. ഓക്കെ ശരി സർ. അന്ന് വന്ന സിനിമയുടെ ആൾക്കാരെ വിളിച്ച് എനിക്ക് സുഖമായെങ്കിൽ ഉടനെ തന്നെ റെക്കോർഡിംഗ് വെക്കാന്ന് പറഞ്ഞു. അല്ല മാം, ഇപ്പൊ എനിക്ക് വേദന കുറവുണ്ട്. പാടാൻ വേറെ പ്രയാസമൊന്നുമില്ല. എന്തായാലും സൂക്ഷിക്കണം. ഡോക്ടറെ വിളിച്ചിട്ട് അറിയിക്കാന്നാ പറഞ്ഞത്. അത് മതി. ഈ സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അമ്മയും ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കാം. പോണിങ്ങ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.